പ്രത്യേകിച്ചും കുടുംബക്കാർക്ക്. ഇന്നിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഷിബു 17 വർഷം പൂർത്തിയാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. കൺഗ്രാജുലേഷൻസ്. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു സമയമാണ്. ഇതുപോലെ മറ്റേ സുഹൃത്തുക്കളും ഇങ്ങനെ 1 വർഷം മുതൽ 2 വർഷം 3 വർഷം അങ്ങനെ വർഷങ്ങൾ പൂർത്തിയാക്കിയ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അത് നമ്മുടെ ലക്ഷ്യമാണ്. ഒരു ടോക്കൺ 1 വർഷം അല്ലെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന വർഷങ്ങൾ, അതിലേക്കുള്ള പ്രയാണം, അതിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, സന്തോഷം, ജീവിതത്തിൻ്റെ ഒരർത്ഥം കണ്ടെത്തൽ. ഇത് വാസ്തവത്തിലൊരു അതികഠിനമായിട്ടുള്ള ഒരു പ്രയത്നമാണ്. ഒരു മദ്യാസക്തൻ മദ്യത്തിൽ നിന്നും വിട്ടു നിന്നുള്ള ഒരു ജീവിതം അതിസങ്കീർണവും അതികഠിനവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പക്ഷെ അതിനുള്ളിൽ ആ ജീവിതത്തെ തിരിച്ചു പിടിക്കുമ്പോഴുള്ള ആ സന്തോഷം, അതിനോട് കിടപിടിക്കാൻ ഒന്നുമില്ല. ആ ജീവിതത്തെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ തന്നെയാണ് അത് അറിയുന്നത്. അതിൻ്റെ ആ കഴിവ്, തനിക്ക് കഴിവ് ലഭിച്ചു, തനിക്കത് സാധിക്കും എന്നുള്ളതൊക്കെ ആ സ്വയം തോന്നലുകൾ, ആ സ്വയം മനസ്സിലാക്കലുകൾ, അവിടെയാണ് അയാൾ ശരിയായ ജീവിതത്തെ കണ്ടുപിടിക്കുന്നത്, റിക്കവറിയുടെ പാതയിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന, കൂടെ ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഏറ്റവും മാരക രോഗമാണ് മദ്യാസക്ത രോഗം. അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ലഹരി രോഗങ്ങളും ജീവിതത്തിന് നേരെ വിപരീതമാണ്. ഇന്നിപ്പോ നമ്മുടെ ഈ വൈകുന്നേരത്തെ ന്യൂസിൽ തന്നെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ വളരെ ഈ ലോകവ്യാപകമായിട്ടുള്ളതോ അല്ലെങ്കിൽ കേരളത്തിന് പ്രത്യേകിച്ചുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊക്കെ ന്യൂസുകൾ ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോ ഒരു പുതിയ ന്യൂസായിരുന്നു, 15 കോടി വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചു, അതില് നൈജീരിയക്കാര് കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ വലിയൊരു ന്യൂസ്. മിക്കവാറും ഈ നൈജീരിയക്കാരെ പറ്റി ഭയങ്കര ന്യൂസ് കേൾക്കാറുണ്ട്. അവരിവിടെ താവളം ഉറപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ, പ്രത്യേകിച്ച് ഇപ്പോ ഈ MDMA അതിന്റെ വ്യാപനം അത് ഭയങ്കര കൂടുതലാണ്. അത് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പൊ അതിന്റെ ഫോർമുലയൊക്കെ അവർക്കറിയാം. അതിന്റെ സാധനങ്ങളൊക്കെ കെമിക്കലായിട്ട് അവർക്ക് ലാബറട്ടറിയിൽ തന്നെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അവരെ പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ഏതായാലും നമ്മുടെ ഈ പ്രോഗ്രാം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എല്ലാ ഗ്രൂപ്പ് തെറാപ്പിയിലും അത് കടമെടുത്തിട്ടുണ്ട്. അത് ഫലപ്രദമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഏതായാലും ആദ്യം തന്നെ കുടുംബക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ഈ പ്രോഗ്രാം അതിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ട്. ഒരു സ്കോപ്പ് എന്താണ് അതിന്റെ സ്കോപ്പ്? അത് സ്കോപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ജീവിതത്തെ തിരിച്ചു പിടിക്കലാണ്. അതും നമ്മളൊരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ കൂടി. ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ലോകവ്യാപകമാണ്, യൂണിവേഴ്സൽ. ഇത് കുറേയധികം വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തിയുള്ള ലോകവ്യാപകമായിട്ടുള്ള ഒരു
ഒരു ഗ്രൂപ്പാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ്. അത് ഒരു വലിയ വെല്ലുവിളിയാണ്. ഏറ്റവും പ്രധാനം, എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട്, എൻ്റെ കൂടെ എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരു അറിവ് കിട്ടുക, ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കുക. ആ ബന്ധത്തിലൂടെ അവനവനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക. അതുപോലെ മറ്റൊന്ന്, ഇത് നമുക്ക് തന്നെ നമ്മളെ ഒരു എഡ്യൂക്കേഷൻ, ഒരു വിദ്യാഭ്യാസം നൽകുന്ന പരിപാടിയാണ്. നമ്മളെ തന്നെ നമ്മുടെ അനുഭവങ്ങളെ കൊണ്ടും ആ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ശക്തി കൊണ്ടും പ്രതീക്ഷ കൊണ്ടും നമ്മളെ തന്നെ പഠിപ്പിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ വൈകാരിക അവസ്ഥകളെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ, പഠിച്ച കാര്യങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് വളരെ വിലപ്പെട്ടൊരു സംഗതിയാണ്. ഇതിലിപ്പോ എത്രയോ ഭയങ്കര ഭീകരമായ രോഗങ്ങൾ ഈ മദ്യാസക്തി കൂടാതെ തന്നെ പല രോഗങ്ങളുടെ അവസ്ഥകൾ മാറിക്കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ വ്യക്തിത്വ വൈകല്യ രോഗങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. നമ്മൾ ഈ ഗ്രൂപ്പ് തെറാപ്പിയിൽ കൂടി ആൽക്കഹോളിസം അതിന് ഒരു പരിഹാര നിലയിലാണ് നമ്മളിതിൽ വരുന്നതെങ്കിലും വാസ്തവത്തില് മദ്യാസക്ത രോഗത്തിലേക്ക് തള്ളിവിട്ടത് വ്യക്തിത്വ വൈകല്യങ്ങളായിരിക്കും. ആ വ്യക്തിത്വ വൈകല്യങ്ങളെ ഏത് രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം, കൈകാര്യം ചെയ്യണം എന്നുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഈ 12 പടികളും 12 പാരമ്പര്യങ്ങളും പ്രതിദിന മനനങ്ങളും ഒക്കെ, അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ എളുപ്പമാവും. അതുപോലെ ഈ മൂഡ് ഡിസോർഡർ എന്ന് വെച്ചാൽ നമ്മുടെ വൈകാരിക അവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോ ദേഷ്യം, ചിലപ്പോ അതിയായ സന്തോഷം, സങ്കടം, അങ്ങനെയുള്ള ഈ അവസ്ഥകൾ മാറിക്കൊണ്ടുവരുന്ന രോഗങ്ങൾക്ക് അതും ഈ ഗ്രൂപ്പ് തെറാപ്പി, നമ്മുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഗ്രൂപ്പ് തെറാപ്പി ഫലപ്രദമാണ്. പിന്നെ ലഹരി വസ്തുക്കളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ആൽക്കഹോൾ ആൻഡ് അതർ സബ്സ്റ്റൻസസ്. പിന്നെ മറ്റൊന്ന് ഈ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ. പല ആൾക്കാർക്ക് അറിയാൻ പാടില്ല ഈ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്ന് പറഞ്ഞ രോഗം എന്താണ്. നമ്മുടെ സ്വന്തക്കാര്, നമ്മുടെ ബന്ധുജനങ്ങള്, അവരുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടണം. ഇപ്പൊ ഭാര്യ, ഭർത്താവ്, അച്ഛനമ്മ, സഹോദരങ്ങള്, മറ്റു കുടുംബാംഗങ്ങള്, അവരൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റ് സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഈ സബ്സ്റ്റൻസ് യൂസ്, അതായത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അപ്പൊ അതിലെന്തൊക്കെ വരും? അഡ്ജസ്റ്റ്മെന്റ് സാധിക്കാത്തത് ഏതൊക്കെയെന്ന് വെച്ചാല്, ഒന്ന് ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങള്, അപ്പോ ദേഷ്യം, പിന്നെ നമ്മുടെ ഉത്കണ്ഠകള്, ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റിന് പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. മദ്യാസക്ത രോഗിയായിട്ടുള്ള ഒരാളോ അയാളുടെ ബന്ധുക്കളും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോൾ ജീവിതം ഭയങ്കരമായിട്ടുള്ള ഒരു പരാജയത്തിലേക്കും സെപ്പറേഷനിലേക്കും വേർപിരിയലിലേക്കൊക്കെ പോകും. അത് ഇന്നിപ്പോ ഈ ന്യൂക്ലിയർ ഫാമിലിയില് പലരും ഉണ്ടായ ഈ അഡ്ജസ്റ്റ്മെന്റ് പരാജയപ്പെട്ടപ്പോഴാണ്. പിന്നെ മറ്റൊന്ന്, ഇതിന്റെ ഉള്ളിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള ഇതാണ് ഈ മെന്റലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതികള്, സൈക്കോ തെറാപ്പി, അതുപോലെ സൈക്കോ അനാലിറ്റിക് തെറാപ്പി, ഇങ്ങനെയൊക്കെ പലതരം തെറാപ്പികളും ഈ നമ്മുടെ ഈ ഗ്രൂപ്പ് തെറാപ്പി,
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഗ്രൂപ്പ് തെറാപ്പിയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതില് സംഭവിക്കുന്ന ഒരു കറക്ഷൻ ഉണ്ടാക്കുക. കറക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് പറ്റിയ തെറ്റുകൾ കറക്റ്റ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ, ഒരു തത്വം. അത് വലിയ ഒരു തത്വമാണ്. നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കിയത്, നമ്മൾ പഠിച്ചിട്ടുള്ളതും ജീവിച്ചിട്ടുള്ളതായിട്ടുള്ള പല കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് ശരിയായ രീതി ഏതാണെന്ന് നമുക്കിവിടെ ഈ പ്രോഗ്രാമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്നത്, നമുക്കറിയാൻ പാടില്ലാത്ത പല അറിവുകളും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് പിന്മാറ്റ ലക്ഷണം എന്നൊക്കെ പറയുന്ന വാക്ക് എന്താണെന്നോ അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ അയാൾക്ക് അത് എന്താണെന്നോ, ആ വാക്കിന്റെ അർത്ഥം എന്താണോ, അതിന്റെ ഗൗരവം എന്താണെന്നോ, എത്രമാത്രം സീരിയസ് ആണോ, എത്രമാത്രം മരണകാരണമാണെന്നോ, അതിനെ പ്രിവെന്റ് ചെയ്യാൻ, അതിനെ തടഞ്ഞു നിർത്താൻ എന്ത് ചെയ്യണമെന്നൊന്നും പലപ്പോഴും ഒരു പുതുമക്കാരന് ഈ ഗ്രൂപ്പിൽ വരുമ്പോഴൊന്നും അറിയാൻ സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെയുള്ള രോഗത്തിന്റെ അതിഭീകരമായിട്ടുള്ള പല അവസ്ഥകളും അയാൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ ഇതിലുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രതീക്ഷ ഇല്ലാതെ എത്രയോ കറങ്ങി നടന്ന് എത്രയോ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച എത്രയോ ആൾക്കാർ ഏയിൽ വരുമ്പോഴേ അവർക്കൊരു ശ്വാസം നേരെ വീഴുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്കവിടെ ഒരു പ്രതീക്ഷയുണ്ട്. മറ്റത് പ്രതീക്ഷ ഇല്ല. ഇത് പല ആൾക്കാരും ഇനി അങ്ങ് കുടിച്ച് മരിച്ചേക്കാം, ഇതങ്ങനെ തീർന്നോട്ടെ, അങ്ങനെയൊക്കെ എത്രയോ ഭയങ്കര പെസിമിസം, അത് അശുഭാപ്തി വിശ്വാസത്തോടുകൂടി എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈവൻ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷ. അതുപോലെ ഈ അനുഭവങ്ങളുടെ ശക്തിയും പ്രതീക്ഷയും പല നല്ല സുഹൃത്തുക്കളും ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന മാനസാന്തരം, ഈ മനസ്സിനെ ഇളക്കി മറിക്കല് എന്നൊക്കെ പറയും. ഈ തൈര് കടയുന്ന പോലുള്ള ഒരു ഇളക്കി മറിക്കല്, കഥാർസിസ്. ആ വാക്ക്, ഈ കഥാർസിസ് എന്നുള്ള വാക്ക് വാസ്തവത്തിൽ ബിൽ വിൽസൺ പല പ്രാവശ്യമൊക്കെ ആ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കഥാർസിസ്, ഇളക്കി മറിക്കലാണ് മനസ്സിനെ. വാസ്തവത്തിൽ വൈകാരിക അവസ്ഥകളെ ഇളക്കി മറിക്കലാണ്. അതിൽ കൂടി സത്യത്തെ കണ്ടെത്തല്. അത് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ നടക്കുന്ന ഒരു അത്ഭുതമാണ്. അതുപോലെ മറ്റെല്ലാവരോടും ഒരു സ്നേഹം, ഒരു സമ്പർക്കം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഒരു ശക്തി നേടിയതായിട്ടുള്ള ഒരു തോന്നല്, തനിക്ക് ഒരു ശക്തി നേടാൻ കഴിഞ്ഞു, തൻ്റെ ഉള്ളിൽ ഒരു നിയന്ത്രണം വന്നു എന്നൊരു ഫീലിംഗ്, തനിക്ക് സ്നേഹം ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. അതോടൊപ്പം തന്നെ താൻ ഇവരുടെയൊക്കെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും താൻ ഒരു പ്രത്യേക മനുഷ്യനാണ്, തനിക്കൊത്തിരി വ്യത്യസ്തത ഉണ്ട് എന്നുള്ള ഒരു അത്ഭുതം നിറഞ്ഞൊരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ ഉത്കണ്ഠകള്, നമ്മുടെ നഷ്ടങ്ങള്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് നശിക്കുമ്പോഴാണ്. ഒരു ഗ്രൂപ്പ് ഇല്ലാതാവുമ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള ആ ഗ്രൂപ്പ് തെറാപ്പിയിൽപ്പെട്ട ആളുകൾ സങ്കടപ്പെടുന്നു, അവർ ഉത്കണ്ഠ ഉണ്ടാവുന്നു, നഷ്ടബോധം ഉണ്ടാവുന്നു. ഇതൊന്നും മറ്റു പുറത്തുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഈ ഗ്രൂപ്പില് മുമ്പോട്ട് പോയ ആൾക്കാര് അവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതെല്ലാം വെറുതെ വാക്കുകളല്ല, ഇതെല്ലാം എവിഡൻസ് ബേസ്ഡ്. നമ്മൾ ഈ ചികിത്സയെ പറ്റി മനസ്സിലാക്കുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് ആൽക്കഹോളിക്സ് അനോണിമസ്.
അതുപോലെ ഇതില് മറ്റുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായ ഇതിലൊരു ആത്മീയ ബോധം ഉണ്ട്. ആത്മീയതയെ മാറ്റിമറിക്കലും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കൂടി നമ്മള് മദ്യാസക്ത രോഗം അഡിക്ഷനെ കുറിച്ചും വളരെ നല്ല നിലവാരമുള്ള തെളിവുകളുടെ സഹായമുള്ള ഒരു അറിവുണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഇളക്കി മറിച്ച് ഒരു മാനസാന്തരം ഉണ്ടായിട്ട് ഒരു പുതിയ ആത്മീയതയിൽ നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള ചില തീരുമാനങ്ങൾ, ക്രിയാത്മകമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതിലൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് വന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണിത്. അപ്പൊ ഈ ഗ്രൂപ്പ് ചികിത്സയെ വിലക്കുറച്ച് കാണിക്കുന്നത് വളരെ ശക്തമാണ്, ഇത് ലളിതമാണ്, ഫലപ്രദമാണ്, അതിന് തെളിവുണ്ട്. നേരിട്ട് മനസ്സിലാക്കലാണ് ഇവിടെ നമ്മള് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും ഒരു അത്യാഹിതം വരുമ്പോഴാണ് ഈ നമ്മള് ഒരു ചികിത്സ തന്നെ തുടങ്ങുന്നത്. പലപ്പോഴും ഒരു ആശുപത്രിയിൽ എത്തിച്ചേരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുമ്പോഴോ, സെപ്പറേഷൻ, ഡൈവോഴ്സ്, വേർപാട് വരുമ്പോൾ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമ്പോൾ, ലൈംഗികമായിട്ടുള്ള പരാജയം വരുമ്പോൾ, പൗരുഷം നഷ്ടപ്പെടുന്ന ആ തോന്നല്, അവഹേളനം, പിരിച്ചുവിടൽ, അതുപോലെ ഭീകരമായ ശാരീരിക രോഗങ്ങള്, മാനസിക രോഗങ്ങള്, വിഭ്രാന്തി, രക്തം ഛർദ്ദിക്കല്, വയറ്റില് വേദനയായിട്ട് പെട്ടെന്ന് എമർജൻസിയിൽ അഡ്മിഷൻ, അല്ലെങ്കിൽ ഒരു വാഹന അപകടം, കോടതി കയറി ഇറങ്ങല്, ഇതൊക്കെ ക്രൈസിസ് ആണ്. ക്രൈസിസ് അതായത് ഒരു മദ്യാസക്തനെ സുബോധത്തിലേക്ക്, അതായത് സമാധാനമുള്ള കുറച്ച് ദിവസങ്ങൾ ആവശ്യമുണ്ടായിരിക്കും ഈ ക്രൈസിസിലേക്ക്. അല്ലെങ്കിൽ അയാൾക്ക് രാത്രി പിടിക്കും. ഇങ്ങനെയൊക്കെയുള്ള ക്രൈസിസിൽ അയാൾ സമാധാനം ആവശ്യപ്പെടും. ഒരു ആശുപത്രിയുടെ ചുറ്റുപാട്, സമാധാനം കണ്ടെത്തല്, ഇതൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എത്രയോ ആൾക്കാർ ഇങ്ങനെ ഈ ക്രൈസിസ് വരുമ്പോൾ അത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. അതിൽ കൂടി എത്തിയവരുണ്ട്, ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എത്തിയവരുണ്ട്. അതിൽ കൂടി അവർ കുറച്ചെങ്കിലും റിക്കവറിയുടെ വഴിയിലേക്ക് ഒരു പ്രവേശനം അത് സാധിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഈ പുനർപതനത്തിൽ കൂടി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പുനർപതനത്തിൽ കൂടി അപ്പൊ നമുക്ക് വേണ്ടത് 24 hour പ്രോഗ്രാം അതിലെത്തിച്ചേരുക എന്നുള്ള 24 hour പ്രോഗ്രാം എന്ന് പറഞ്ഞാല് ഇന്നത്തെ ഒരു ദിവസം 24 മണിക്കൂർ മദ്യത്തിൽ നിന്നും മറ്റു ലഹരിയിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടു നിന്ന് സമാധാനത്തോട് ഒരു ജീവിതം. അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മളൊരു വലിയ ട്രീറ്റ്മെന്റില്, അതിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വലിയ ചികിത്സ. കാരണം ഇരുട്ട് നിറഞ്ഞ ഒരു ജീവിതം, ഇരുട്ട്. അതിന് പലപ്പോഴും പറയാനുള്ള വാക്ക് എന്താണ്? എ സ്മോൾ ക്യാൻഡിൽ ഇൻ ദ ഡാർക്ക് എന്നൊക്കെ പറയും. ആ ശക്തമായ ഇരുട്ടിന്റെ ഉള്ളിൽ ഒരു ചെറിയ മെഴുതിരി വെളിച്ചം. ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചെറിയ വെളിച്ചം അത് അയാളുടെ പ്രതീക്ഷയാണ്. അത് ഏറ്റവും വലിയ ആ ഇരുട്ടിന്റെ ഉള്ളിൽ ഭയങ്കര പ്രതീക്ഷയാണ്. വാസ്തവത്തിൽ ഈ ഇരുട്ടെന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ ബോധമണ്ഡലം ഒരു എന്താ, ഒരു കറുത്ത കർട്ടൻ കൊണ്ട്, ഒരു കറുത്ത കർട്ടൻ അവിടെ
കിടക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കാഴ്ചയില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കാര്യം പോലെ തന്നെ. ശരിക്കും നമ്മൾ മരിക്കാത്ത ഒരു മരണത്തിനെ നേരിട്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ മനസ്സിലാക്കൽ എന്നുള്ളത് ബോധത്തിന്റെ ഉള്ളിലുള്ള ഒരു പ്രക്രിയയാണ്. ബോധത്തിന്റെ ഉള്ളിൽ, അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കുക, നമ്മുടെ ബന്ധങ്ങളെ അറിയുക, ഈ സമയം, സിറ്റുവേഷൻസ്, അതിനൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുക. ഇതൊന്നുമില്ലാത്തൊരു ലോകം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കർട്ടൻ, ഒരു ഡാർക്ക് കർട്ടൻ അവിടെ കിടക്കുന്നു, അപ്പുറത്തൊന്നും അറിയാൻ പാടില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഈ ബലപ്പെട്ട ഈ ബോധം അത് തിരിച്ചു കിട്ടാനായിട്ടുള്ള നമ്മുടെ സ്വന്തം ശ്രമം, ആ ശ്രമത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നു നമ്മളെ സെൽഫ് കെയർ, നമ്മളെങ്ങനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പൊ ഇതൊരു നമ്മൾ മധ്യാഹ്ന രോഗത്തെ പറ്റി മാത്രമാണ് പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മദ്യം കഴിക്കുന്നു, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ തലച്ചോറിന് അത് കുഴപ്പമുണ്ടാക്കുന്നു. അവിടെ കുറച്ച് ചിന്തകള്, വികാരങ്ങള്, അതുപോലെ തോന്നലുകൾ, സ്വഭാവങ്ങൾ, ഇതെപ്പോഴും ഞാൻ പറയാറുള്ള വാക്കുകളാണ്. അതിൽ കൂടി നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും. അത് എന്താണ് നമ്മളെ ഇങ്ങനെ ഇളക്കി മറിക്കുന്ന കഷ്ടപ്പാടുകൾ എന്താണെന്ന് പറഞ്ഞാല്, അത് ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തു കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എടുത്തു കാണുന്നുണ്ട്. ഈ ആൽക്കഹോളിക്സിന്റെ ഈ മുഖവുരയൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മള് തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാൻ പറ്റും. തർക്ക വിഷയങ്ങൾ ഉണ്ടാകുന്ന കാര്യം പുറത്തുനിന്നാണ് അധികം. നമ്മളെ അടുത്ത് നമ്മളോട് തന്നെ നമ്മൾ അധികം തർക്കിക്കാറില്ല. തർക്ക വിഷയം മുഴുവൻ പുറത്തുനിന്നാണ്. അത് ഏതൊക്കെയാണ്? മദ്യപാനം തന്നെ, മിക്കവാറും കൂട്ടുകൂടിയുള്ള മദ്യപാനം, അതുപോലെ മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം, സ്വഭാവ വൈകല്യങ്ങളുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ചില തോന്നലുകൾ, സ്വഭാവങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്, എക്സ്റ്റേണൽ. അപ്പൊ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പറയുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു വാക്കാണ് തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതെ. ഇത് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ഒരു ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന ഒരു ആള് ഒരു 3 വർഷമെങ്കിലും ഈ അടിവരയിട്ട് പറയുന്ന ഈ കാര്യത്തില് ശ്രദ്ധിച്ചില്ലെങ്കിൽ അയാൾ നിരന്തരം റിലാപ്സിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ കേട്ടു കഴിഞ്ഞാൽ ഒരു നിസ്സാര വാക്കാണ് തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അതാണ് ഈ രോഗത്തെ എക്സ്റ്റേണലൈസ് ചെയ്യാൻ, ബാഹ്യമായ അവസ്ഥയിൽ തള്ളിവിട്ട് അവിടെ കെട്ടിമറിഞ്ഞ് അവിടെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനത്തെ സൂക്കുകളാണ് ഈ ആൽക്കഹോളിസം. അതുപോലെ അതുമായിട്ട് ചേർന്ന് ഉള്ള മറ്റു ലഹരി വസ്തുക്കള്, പിന്നെ ഈ സ്വഭാവ വൈകല്യ രോഗം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മദ്യപാന രോഗം പോലെ തന്നെ ചെറുപ്പത്തിലേ പോലെ തുടങ്ങുന്നൊരു രോഗമാണ് ഈ സ്വഭാവ വൈകല്യ രോഗം. കോണ്ടാക്ട് ഡിസോർഡർ എന്നൊക്കെ പറയും. കോണ്ടാക്ട് ഡിസോർഡർ എന്താണ് ഈ കോണ്ടാക്ട് ഡിസോർഡർ? 10 വയസ്സിലൊക്കെ തന്നെ എന്താണ്, ഒന്നിനോടൊരു സ്നേഹമില്ലായ്മ. ഒരു നായയോടോ ഒരു പൂച്ചയോടോ ഒരു ജന്തുവിനോട് പോലും സ്നേഹം തോന്നാതെ, എല്ലാത്തിനും കയ്യിലൊരു കല്ലിട്ട് എറിയണം തോന്നുക, വെറുപ്പ് തോന്നുക. അപ്പൊ അങ്ങനെ ഒരു സ്നേഹിക്കാൻ പറ്റാത്തൊരു ഒരവസ്ഥ. താനൊരു സംഭവമാണ്, വലിയ സംഭവമാണ് എന്നുള്ളൊരു, ഒന്നിനോടും പൊരുത്തപ്പെടാൻ പറ്റില്ല.
അതുപോലെ ഒരു സാമൂഹ്യ വിരുദ്ധ സ്വഭാവം. ആ, ഏതൊരുത്തനെ കണ്ടാലും അവനെന്റെ ശത്രുവാണെന്ന് തോന്നുന്നു. അവനായിട്ടൊന്ന് ഉടക്കുക, അവനായിട്ട് തർക്കിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ, അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആമുഖത്തില് തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. മറ്റൊന്ന്, ഇപ്പൊ ഇത് ബാഹ്യമായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ആന്തരികമായിട്ട് ഒരു മധ്യാസക്തൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്തൊക്കെയാണെന്നറിയോ? ഭയം കൊണ്ടാണ്. പലപ്പോഴും അയാളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞിരിക്കണം. ഒരു ദിവസം അയാൾ മദ്യം കൂടുതൽ കഴിച്ചു, വണ്ടി ഓടിച്ചു. അപ്പോൾ അന്നേരം അയാൾ ചിന്തിക്കണം, ആരെങ്കിലും ഇടിച്ചോ? ഇപ്പൊ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കേണ്ടി വരും. ഭയം, ഞാൻ എന്തെങ്കിലും പറഞ്ഞു ആരോടെങ്കിലും. ഇങ്ങനെയുള്ള സമൂഹത്തെ ഭയം, അതുപോലെ തന്നെ പ്രത്യേക ചില സംഭവങ്ങളെ ഭയം. പോലീസ് കണ്ടോ, എൻ്റെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തോ, ഇങ്ങനെയുള്ള ഭയം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുപോലെ മറ്റൊന്നാണ് ഈ സങ്കടങ്ങൾ. ഏറ്റവും ഭയങ്കര അലട്ടുന്ന ഒരു സൂക്കറാണ് മധ്യാസക്തരവും. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിലുണ്ട്, മറ്റു രീതിയിലുണ്ട്. ഇപ്പൊ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ 10 കാരണങ്ങളൊക്കെ ഉണ്ട്. ഈ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, അതിൽ 11 കാരണത്തിൽ 2 മതി മധ്യാസക്ത രോഗം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പൊ ഈ അവസ്ഥയിൽ ഈ ആൽക്കഹോൾ യൂസ് ഡിസോർഡറിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഇപ്പോഴും. ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുക, അതിന് സമയം കണ്ടെത്താൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ തന്നെ കാര്യങ്ങൾ ഈ മധ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ പെട്ടതുകൊണ്ട് സമയം കണ്ടെത്താൻ പറ്റാതെ ഒരാൾക്കൊരു ചികിത്സ വേണം, അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ഒരു പ്രശ്നം, ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു. പിന്നെ ഈ വിഷാദ രോഗം അയാൾ അറിയുന്നില്ല പലപ്പോഴും. തൻ്റെ ഉള്ളിൽ സങ്കടങ്ങളുണ്ടെന്നും തൻ്റെ ജോലിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് പണ്ടത്തെ പണം കിട്ടുന്നില്ല, തൻ്റെ ഇവിടുത്തെ ജോലി സ്ഥിരമായിട്ട് അത് മുമ്പോട്ട് പോകാൻ സാധ്യത കുറവാണ്. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്ങൾ, ആ ഭയങ്ങളിൽ കൂടിയുള്ള സങ്കടങ്ങൾ, ആ സങ്കടങ്ങൾ അയാളെ വിഷാദ രോഗത്തിലെത്തിക്കും. എന്തിനോടും അയാൾക്കൊരു പരിഭ്രാന്തി, ഒരു സങ്കടവും വിഷാദവും ഒക്കെ ഉണ്ടാവും. വാസ്തവത്തിൽ അത് ഈ മധ്യാസക്ത രോഗത്തിന്റെ ഉള്ളില് അതിനെ തലച്ചോറില് വൈകാരിക അവസ്ഥകളാണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കി വരുമ്പോൾ വളരെ നഷ്ടപ്പെട്ടിരുന്നു. ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാല് 24 മണിക്കൂർ പ്രോഗ്രാം, 24 അവർ പ്രോഗ്രാം, 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് വിട്ടതെന്ന് നമ്മുടെ ബ്രെയിനിലെ ഇങ്ങനെയുള്ള മാരകമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് സംരക്ഷിക്കുന്ന സമയത്താണ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിന് സയന്റിഫിക് എവിഡൻസ് ഉണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് സ്പെക്ട് സ്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാല് ഈ മാറ്റം നമുക്ക് കാണാൻ പറ്റും, തലച്ചോറിൽ മാറ്റം വരുന്നത് കാണാൻ പറ്റും. നമ്മുടെ സ്വഭാവം നമ്മളറിയാതെ തന്നെ മാറിപ്പോകുന്നത് നമുക്ക് മനസ്സിലാവും. അത് മറ്റുള്ളവർക്ക് വ്യക്തമാവും, വീട്ടിലുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം നമ്മുടെ പുരോഗതി ശരിക്കും അവരുടെ വൈകാരിക അവസ്ഥകൾ നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ, പ്രചോദനം നൽകും. അപ്പൊ അങ്ങനെ 2 തരത്തിൽ ആന്തരികമായിട്ടുള്ള വൈകാരിക അവസ്ഥകളും ബാഹ്യമായിട്ട് നമ്മൾ എടുത്തെറിയപ്പെട്ട് ചെന്ന് ചേരുന്ന അവസ്ഥകളും
ഇതൊക്കെ നമ്മൾ ഈ AI പ്രോഗ്രാമിൽ വന്നു കഴിയുമ്പോൾ ഇതിനൊക്കെ മാറ്റം വരും. ഈ മാറ്റം പലപ്പോഴും നമുക്ക് അറിയില്ല. അടുത്തൊരു റിലാപ്സ് വരുന്നവരെയും ചിലപ്പോൾ നമ്മളറിയാതെ ഈ മാറ്റത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ട് റിലാപ്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനെ പറ്റിയൊക്കെ ചിലപ്പോൾ ഓർക്കുന്നിരിക്കും. അത് ചിലപ്പോൾ ഓർമ്മപ്പെടുത്തലിൽ കൂടിയാണ് അത് മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഹോപ്പ്ലെസ് ആവാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പറ്റില്ല. കാരണം ഒരു മധ്യസ്ഥൻ പല അവസ്ഥകളിൽ പോയിട്ടാണ് റിക്കവറി സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നത്. ചിലപ്പോൾ ദീർഘകാലം വേണ്ടി വരും. സിവിയർ ആയിട്ടുള്ള അസുഖത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. ഇതെല്ലാം പല ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഉത്കണ്ഠ, വിഷാദം, ലഹരി വസ്തു ഉപയോഗിക്കുന്നു, അതിൻ്റെ കൂടെ പെട്ടെന്നുണ്ടാകുന്ന പരിഭ്രാന്തികൾ, വിഷമങ്ങൾ, ഇതിൻ്റെ ഇടയിൽ കുറച്ച് നാളുകൾ 3-4 മാസമൊക്കെ ഒരു നോർമലായിട്ടുള്ള ജീവിതം, ഒരു സാധാരണ മനുഷ്യനെ പോലെ നല്ല ജീവിതം ഉണ്ടാവും. ഇതെല്ലാം കൂടി ആണ്. അല്ലാതെ മൊത്തം ഒരാളങ്ങോട്ട് ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഒരു വർഷം തന്നെ എടുക്കുവാണെങ്കിൽ അതിൽ നോർമലായിട്ടുള്ള ജീവിതം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നോർമലായിട്ടുള്ള ജീവിതം ഉണ്ട്. ആ ജീവിതം കൂടി ഉള്ളതുകൊണ്ടാണ് അയാൾക്ക് പ്രതീക്ഷയുള്ളത്. ആ നോർമൽ ജീവിതത്തിലേക്ക് അയാൾക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ആ പ്രത്യാശ നിലനിർത്തണമെങ്കിൽ പ്രോഗ്രാം വളരെ ശക്തമായിട്ട് മുറുകെ പിടിക്കും. അത് സയന്റിഫിക്കായിട്ട് പറയുവാണെങ്കിൽ അത് പെർഫെക്ഷൻ ഉണ്ടാകണം. ഇപ്പൊ നമ്മുടെ ഷിബുവിന്റെ കാര്യത്തില് ഷിബു ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് തൻ്റെ ജീവിതത്തിൽ ക്രമം ഉണ്ടാക്കി. ആ ക്രമം തൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, തൻ്റെ കുടുംബാംഗങ്ങൾ, ഭാര്യ, മക്കൾക്ക് ഒക്കെ അങ്ങനത്തെ ഒരു ജീവിതത്തിലൂടെ ക്രമം ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള തൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് ഈ പ്രോഗ്രാമിൽ വന്ന് അത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ആ കുടുംബം മൊത്തം രക്ഷപ്പെട്ടിട്ടാണ് ഷിബുവിന് ഇപ്പോൾ 17 വർഷമൊക്കെ പൂർത്തിയാക്കാൻ പറ്റി. അങ്ങനെ പല ആളുകളും അങ്ങനെ ആയിരിക്കും തിരിച്ചു വന്നിട്ടുള്ളത്, സംശയമൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പറ്റില്ല. പ്രതീക്ഷ ഇത് നിരന്തരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളെ തന്നെ അളന്നു നോക്കുക, തൂക്കി നോക്കുക, അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെ തന്നെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യും, വിമർശിക്കും. ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു മനോഭാവം നമ്മളോട് അത് ഈ പടികളിലുണ്ട്. തെറ്റ് ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറി അന്വേഷിക്കാനും തിരുത്താനും ഒക്കെ ഉള്ള ശ്രമം നടന്നു. ആ പടികളിലൊക്കെ അത് വ്യക്തമായിട്ട് പറഞ്ഞ രോഗത്തിന്റെ സിവിയറിറ്റി എന്ന് വെച്ചാൽ അതിന്റെ തീവ്രത ഇപ്പോൾ മൈൽഡ് ആണോ, ഇപ്പോൾ മോഡറേറ്റ് ആണോ, ഇപ്പോൾ സിവിയർ ആണോ. എൻ്റെ ഇപ്പോൾ മൾട്ടിപ്പിൾ റിലാപ്സ് വരുമ്പോഴൊക്കെ ഒരാൾ മനസ്സിലാക്കേണ്ടത് തീവ്രമായ രോഗമാണെന്നാണ്. വീണ്ടും വീണ്ടും ഉള്ള പുനർപതനങ്ങൾ എങ്ങും എത്തിക്കുന്നില്ല, ഒരു കരക്കടുപ്പിക്കുന്നില്ല. അതിങ്ങനെ ഒഴുകി നടക്കുവാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് സ്വന്തമായിട്ട് ഇത് അളന്നു നോക്കണം. നമ്മുടെ രോഗാവസ്ഥ നമ്മൾ നിരീക്ഷിക്കണം. നമ്മൾ ആ രോഗത്തെ നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യണം. നമുക്ക് ഉദാഹരണത്തിന് ആൽക്കഹോളിക് അനോണിമസിൽ വരുന്ന പല ആൾക്കും എന്താണ് ഡിപ്രഷൻ എന്ന് അറിയാം, എന്താണ് ബൈപോളാർ ഡിസീസ് എന്നറിയാം, എന്താണ് ഷിസോഫ്രീനിയ എന്നറിയാം, എന്താണ് ആങ്സൈറ്റി ന്യൂറോസിസ് എന്നറിയാം. അതൊക്കെ അവർ മനസ്സിലാക്കണം. അത് ആ ഡയഗ്നോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശാസ്ത്രീയമാണ്, ചികിത്സയുണ്ട്. അയാളുടെ ഡോക്ടർ അത് പറഞ്ഞു കൊടുക്കും, അയാൾ മരുന്ന് കഴിക്കണം. അത്
വീണ്ടും മരുന്ന് കഴിച്ചതിന് ശേഷമുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കും. ട്രീറ്റ്മെന്റ് വീണ്ടും മാറ്റിമറിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഈ ഡോക്ടർ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാം, അവിടുത്തെ മെമ്പേഴ്സിന്റെ സപ്പോർട്ട്, അതുപോലെ കൗൺസിലേഴ്സ്, ഫാമിലി തെറാപ്പി, ഫാമിലിയുടെ സപ്പോർട്ട്, ജോലി സ്ഥലത്ത് ആളുകളുടെ സൗഹൃദം, സഹായം, ഇതെല്ലാം ആവശ്യമുള്ളൊരു പരിപാടിയാണ് നമ്മുടെ ഈ രോഗത്തിന്റെ ചികിത്സയും പ്രോഗ്രാമും ഇതിനാവശ്യമുണ്ട്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ വന്ന പല സുഹൃത്തുക്കൾക്കും കുറേയൊക്കെ ഈ മാനസിക രോഗത്തെ കുറിച്ചുള്ള തെളിവുകളൊക്കെ, പലതരം ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പലതരം ടെസ്റ്റുകളുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ല, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് എന്ന് വെച്ചാൽ അളന്നു നോക്കൽ, ഇതെല്ലാം നമ്മുടെ ഇതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ രോഗത്തിന് പ്രത്യേകതരം പേര് വിളിക്കുന്നുണ്ട് നമ്മൾ. ഫാമിലി സിസ്റ്റം, ഇതൊരു കുടുംബ രോഗമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ കുടുംബ രോഗമാകുമ്പോഴത്തേക്കാണ് നമ്മൾ അലനോൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ പറ്റി ചിന്തിക്കുന്നത്. അലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു. അതുപോലെ സോഷ്യോ കൾച്ചറൽ മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. സമൂഹത്തിന് നമുക്ക് ആവശ്യമുണ്ട്, അവർക്ക് നമ്മളെ ആവശ്യമുണ്ട്, നമുക്ക് അവരെ ആവശ്യമുണ്ട്. അപ്പൊ ഈ സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. നമ്മൾ റിക്കവറി വരുമ്പോഴത്തേക്കും സമൂഹമായിട്ട് അകന്നു പോകാൻ പാടില്ല. നമ്മള് ഈ ഇതില് അനോണിമിറ്റി ഉണ്ടെങ്കിലും സമൂഹത്തിൽ നിന്ന് നമുക്ക് അകന്നു പോകാൻ പറ്റില്ല. സമൂഹത്തിന്റെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിലയിരുത്തുന്നതിൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തോന്നുള്ളൂ. ആ സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള മോഡൽ. അതുപോലെ നമുക്ക് ബുദ്ധിപരമായിട്ടും പെരുമാറ്റപരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ അസസ് ചെയ്യുന്നതാണ്. ബുദ്ധിപരമായിട്ട് നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്, പെരുമാറ്റത്തിൽ നമുക്ക് മാറ്റം സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൊത്തം ഒരു ബെറ്റർ ആയിട്ടുള്ള ജീവിത രീതി, അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമില് എന്തെങ്കിലും ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒരു മറുപടി പറയാനും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആ രീതിയിൽ അതിന്റെ ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കാം. ഈ സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് മിക്കവാറും ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് സൈക്കോതെറാപ്പി. അതില് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ ഗെസ്റ്റാൾട്ട് തെറാപ്പി, പിന്നെ ഈ മെന്റലൈസേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും, മൈൻഡ്ഫുൾനെസ് തെറാപ്പി. ഇതൊക്കെ സോബ്രിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിനെയും മനസ്സിനെയും മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ പറഞ്ഞ തെറാപ്പികളൊക്കെ വളരെ ഫലപ്രദമാണ്. ഇപ്പൊ ഒരാൾക്ക് റിലാക്സേഷൻ, നമ്മുടെ മാംസപേശികളൊക്കെ ഒന്ന് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. ഇപ്പൊ കൈ മുറുക്കി പിടിച്ചാൽ, ഒരാൾ കൈ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ മുട്ടൊക്കെ നിവർത്തി ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ച് കൺട്രാക്ട് ചെയ്താൽ, മസിൽ കൺട്രാക്ട് ചെയ്താൽ അത് ഒരു പ്രവൃത്തിയാണ്. അത് കഴിഞ്ഞിട്ട് അത് തുല്യ രീതിയിൽ തന്നെ റിലാക്സ് ചെയ്യും, ആ മസിലൊക്കെ അയവ് വരുത്തും. അങ്ങനെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, ഇത് ഒരു ടെക്നിക്കാണ്. ഇതൊരു മൈൻഡ്ഫുൾനെസ് ആയിട്ട് പറയാം.
ഇത് ശാരീരികമായിട്ടുള്ള ഒരു തെറാപ്പി കൂടിയാണ്, മാനസികമായിട്ടുള്ള ഒരു തെറാപ്പി കൂടിയാണ്. ഒരു കോൺസെൻട്രേഷൻ ഫോക്കസിങ് ഒക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ്. മൈൻഡ്ഫുൾനെസ് ടെക്നിക്കാണ്. പിന്നെ മൈൻഡ്ഫുൾനെസ് വേറെ രീതിയിലൊക്കെ നമ്മളിപ്പോ ഒരാൾ കുളിക്കുന്ന സമയത്ത് ശരീരത്തിൽ വെള്ളം വീഴുന്നതും സോപ്പ് തേക്കുന്നതും അത് ഒരറ്റം വരെ മറ്ററ്റം വരെ സോപ്പ് കൊണ്ടുള്ള മസാജ് അതിനെ ഫീൽ ചെയ്യുക. ആ ഫീൽ ചെയ്യുന്നു. പിന്നെ വെള്ളം കൊണ്ട് കഴുകുന്ന സമയത്ത് ആ വെള്ളം ശരീരത്തിൽ വീഴുന്നതിന് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. മനസ്സ് അവിടെ ഒപ്പം ഉണ്ടാവും, അത് ഫീൽ ചെയ്യണം. വെള്ളത്തുള്ളികൾ ശരീരത്തിൽ വീഴുന്നത് ഫീൽ ചെയ്യണം. ഇങ്ങനത്തെയുള്ള തെറാപ്പികളുണ്ട്, മൈൻഡ്ഫുൾനെസ് തെറാപ്പി. നടക്കുന്ന സമയത്ത് ആ നടത്തം വലത്തുകാല് നിലത്ത് വെച്ച് വലതുകാല് നിലത്ത് വയ്ക്കുമ്പോൾ അത് ഫീൽ ചെയ്യുക. അതറിയാം, ഞാൻ എൻ്റെ വലത്തുകാല്, ആ ഇടതുകാല് വയ്ക്കുമ്പോൾ ഇടതുകാല്, അങ്ങനെ ഒരു വിജനമായ ഒരു സ്ഥലത്തുകൂടി ഒരു പൂന്തോട്ടത്തിൽ കൂടി നടക്കാന്ന് വിചാരിച്ചു. യു ഫീൽ ഇറ്റ്, അത് നമ്മൾ ഫീൽ ചെയ്യുക. ഇതൊക്കെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംഗതി മെക്കാനിസംസ് ആണ് ബ്രെയിൻ. പിന്നെ കോഗ്നിറ്റീവ് ആയിട്ട് ബുദ്ധിപരമായിട്ടുള്ള ചില ചിന്തകളൊക്കെ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് ജസ്റ്റാൾട്ട്. ജസ്റ്റാൾട്ട് എന്ന് പറഞ്ഞാല് ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന ബലത്തേക്കാൾ വളരെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും പ്രവർത്തിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ ശക്തമാണ് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഒരുമിച്ചുള്ള പ്രവർത്തനം. അതുപോലെ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബോഡി, നമ്മുടെ ബിഹേവിയർ, ഇത് മൂന്നും കൂടി ചേർന്ന് ഒരുമിച്ചുള്ള നമ്മുടെ പ്രവർത്തനത്തിന് ഓരോ ഭാഗത്തേക്കാളും ഭയങ്കര ശക്തിയുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ചിത്രം ഉണ്ട്. ആ ചിത്രത്തിൽ 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആണ് ബോധം തന്നെയാണ്. ബോധം അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ ബോധം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ലോകവുമായിട്ടും നമ്മളുമായിട്ടും ചുറ്റുപാടുമായിട്ടുള്ള റിലേഷനാണ് ബോധം. അപ്പോൾ ഒരു ബെറ്റർ റിലേഷൻ മീൻസ് എ ബെറ്റർ കോൺഷ്യസ്നസ്, ബെറ്റർ ബോധം. അതുപോലെ തന്നെ ബെറ്റർ റിയാലിറ്റി. ഇപ്പോൾ ഉദാഹരണം, വീട്ടിലൊരാൾക്ക് സുഖമില്ല. ആ സുഖമില്ലാത്ത കാര്യത്തിന്റെ റിയാലിറ്റി എന്തൊക്കെയാണ്? എന്താണ് ആ രോഗം? ക്യാൻസറാണോ? ഹൃദ്രോഗമാണോ? അതിന് പണം വേണ്ടി വരും, എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തിക്കേണ്ടി വരും. ആ കാര്യങ്ങളൊക്കെ അതിന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെ ചുറ്റിപ്പറ്റി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നതാണ് റിയാലിറ്റി, യാഥാർത്ഥ്യ ബോധം. എന്താണ് യാഥാർത്ഥ്യം? അപ്പൊ ഒന്ന് ബന്ധം, 2 യാഥാർത്ഥ്യ ബോധം. പിന്നെ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മനസ്സെന്ന് വെച്ചാൽ ബ്രെയിനാണ്. അപ്പൊ ആ ശരീരത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിയണം, നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ അറിയണം, അതിൽ വരുന്ന ഓരോ അസുഖങ്ങളും. അപ്പൊ നിസ്സാരാക്കുക, നമ്മളതിനെ നിഷേധിക്കാൻ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും യുക്തി പറഞ്ഞൊക്കെ രക്ഷപ്പെടുക. പ്രത്യേകിച്ച് ഈ മധ്യസ്ഥ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തുടക്കം പോലെ തന്നെ ചില രീതികൾ നമ്മൾ അവലംബിക്കാനുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ക്ഷീണിച്ചിരിക്കുക, അല്ലെങ്കിൽ വിശന്നിരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുക, ഇതൊക്കെ വാസ്തവത്തിൽ ഈ മധ്യാസക്തിയെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന, അതായത് അതിനെ അധികരിപ്പിക്കുന്ന ചില രീതികളാണ്, സ്വഭാവ രീതികളാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു മധ്യാസക്തൻ എപ്പോഴും അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എപ്പോഴും അയാൾക്ക് ബോറടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അയാൾ ആലോചിക്കുന്ന ബോറടി മാറ്റാൻ
ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അത് വരുന്നത്, ഈ ബോർഡും വരുന്നത്. അതുപോലെ വിശന്നിരിക്കുന്ന സാധാരണ ആളുകൾക്ക് ഭക്ഷണത്തെ കുറിച്ചാണ് ചിന്ത വരുന്നത്. മധ്യാസക്തൻ ഈ കണ്ടീഷനിങ് വ്യവസ്ഥകൾക്ക് വിധേയമായ ഒരു മനസ്സാണ് ഉള്ളത്. അയാൾ അപ്പോഴൊക്കെ ആലോചിക്കുന്നത് മദ്യത്തെ കുറിച്ചാണ്. അങ്ങനെ ചിന്തിച്ച് ശീലിച്ചത്, അങ്ങനെയാണ് കഴിച്ച് ശീലിച്ചത്. അതുകൊണ്ട് അയാൾ അതിലേക്ക് തന്നെ, മദ്യത്തിലേക്ക് അതിനെ കുറിച്ച് ആലോചിക്കും, അങ്ങോട്ട് പോകും. അതിന് ഒരു ഫോർമുല ഉണ്ട്, ഹോൾട്ട് എന്നൊക്കെ പറയും. ഹോൾട്ട് എന്ന് വെച്ചാല് വിശന്നിരിക്കുക, ഹംഗ്രി. അതുപോലെ ദേഷ്യപ്പെട്ടിരിക്കുക, ആരോടെങ്കിലും ദേഷ്യം തോന്നിക്കൊണ്ടിരിക്കുക, ആംഗ്രി. ഒറ്റപ്പെട്ടിരിക്കുക, ലോൺലി. അല്ലെങ്കിൽ ക്ഷീണിതനായിട്ട് ടയേർഡായിട്ടിരിക്കുക. ഈ 4 അവസ്ഥകളും മദ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ വരും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു സന്തോഷം ഉള്ള ഒരു ജീവിതം, ഗ്രൂപ്പായിട്ട് ഉള്ള ഒരു ജീവിതം. നമ്മൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഗ്രൂപ്പിൽ തന്നെയാണ്. ഇപ്പൊ ഒരു മധ്യാസക്തൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ 2 കാര്യങ്ങൾ. ഒന്ന്, ഉപദ്രവങ്ങളിൽ നിന്നും മാറി നിൽക്കുക. മറ്റുള്ളവരെ, അവനവനെ ഉപദ്രവിക്കുന്ന സംഗതികൾ എന്താണെന്ന് അയാൾക്കറിയാം, അയാൾ അതിൽ നിന്നും വിട്ടു നിൽക്കുക. അതുപോലെ തർക്ക വിഷയങ്ങൾ ഏർപ്പെടാതിരിക്കാൻ അയാൾ കൊടുക്കുക. മറ്റുള്ളവരുമായിട്ട് തർക്കിക്കാതിരിക്കാൻ അയാൾ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ പ്രോഗ്രാമിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ 24 മണിക്കൂർ പ്രോഗ്രാം, അതിലൂടെ നമ്മൾ ഈ പറഞ്ഞ തെറാപ്പികൾ, നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ, ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചുവരവ്, ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് ഞാൻ അതിന്റെ സ്കോപ്പായിട്ട് കാണുന്ന അതാണ് സ്കോപ്പ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു ഡോക്ടർ സാർ. സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ കൂട്ടിച്ചേർക്കാനോ നമുക്ക് സമയമുണ്ട്. സാർ ലൈനിലുണ്ട്. ഡോക്ടർ നമസ്കാരം. എൻ്റെ പേര് അരുൺ എന്നാണ്, ഒരു ആൽക്കോളിക്കാണ്. ഡോക്ടർ, ബൈപ്പോളർ ഡിസോർഡർ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മെമ്മറി ലോസ് വരും എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? അതിനെ കുറിച്ച് സാറിന്റെ ഒരു ഒപ്പീനിയൻ അറിയാനായിരുന്നു. ബൈപ്പോളർ ഡിസീസ് അല്ലേ? ഈ ബൈപ്പോളർ പ്രത്യേകത എന്താണെന്ന് അത് 2 ഇരു ധ്രുവങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. ബൈ 2 എന്നർത്ഥം. BI ബൈ മീൻസ് 2 ആണ്. അതില് 2 ധ്രുവങ്ങൾ, പോളാർ എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങൾ. അതില് ഒരു അറ്റം എന്താണെന്ന് ചോദിച്ചാൽ വിഷാദ രോഗമാണ്. മറ്റേ അറ്റം ഉന്മാദം, അതായത് അമിതമായിട്ടുള്ള സന്തോഷം അയാൾക്ക് ഫീൽ ചെയ്യണം. അതിനുവേണ്ടി പണം ചെലവഴിക്കല്, യാത്ര പോകല്, അല്ലെങ്കിൽ ടൂറ് പോകല്, എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പല സാധനങ്ങൾ വരെ വാങ്ങിക്കല്, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ ഇഷ്ടപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ, പ്രത്യേകിച്ചും സമാന സ്വഭാവമുള്ള ചില ആൾക്കാരുടെ അടുത്തേക്ക് ഓടിപ്പോവുക, അങ്ങനെയൊക്കെ. ഇത് ചിലപ്പോ ഒരു മാസത്തിൽ ചിലപ്പോ ഒരു 4-5 ദിവസം അയാൾ ഈ ഉന്മാദത്തിന്റെ ഇതാണെങ്കിൽ, മറ്റ് ദിവസങ്ങളിൽ അയാൾക്ക് സങ്കടത്തിന്റെ ഇതായിരിക്കും, മൂഡ് താഴ്ന്ന ലെവലിലായിരിക്കും. അതാണ് ഡിപ്രഷൻ. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് പലതരത്തിലുണ്ട്. ചില ആളുകളിൽ വിഷാദ രോഗമായിരിക്കും ഏറ്റവും മുന്തി നിൽക്കുന്ന സ്വഭാവം. ഭൂരിഭാഗം സമയം വിഷാദ രോഗത്തിലായിരിക്കും. മാനിയ ചിലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ചില ആളുകളുടെ മാനിയ ഭയങ്കര അപകടമാണ്, ഭയങ്കര എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതാണ്. ചിലപ്പോൾ ആ അവസ്ഥയിൽ ചിലപ്പോൾ കൊലപാതകങ്ങളൊക്കെ നടക്കാം. അതുപോലെ വസ്തുക്കൾ, പ്രോപ്പർട്ടി നശിപ്പിക്കാം, വണ്ടി ഇടിക്കാം, ഇതൊക്കെ നടക്കും എൻ്റെ ഉള്ളിൽ.
അത് എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട ഒരു അവസ്ഥ കൂടിയാണത് വാസ്തവത്തിൽ. ഇങ്ങനെയുള്ള സംഗതികൾ അതിലിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ അടുത്ത സമീപനം വളരെ കരുതലോടെ വേണം. അയാളെ അങ്ങനെ തുറച്ചു നോക്കുക, അയാളോട് തർക്കിക്കുക, വാദപ്രതിവാദം നടത്തുക, അല്ലെങ്കിൽ അയാൾ വിമർശിക്കുക, ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. അത് അല്ലെങ്കിൽ ഭയങ്കര ശാരീരിക പീഡനം ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോ മാനസികമായിട്ടുള്ള പീഡനം, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, ചിലപ്പോ. പക്ഷെ അത് വളരെ പക്വതയോടുകൂടി നേരിടും. അതിന് അയാൾക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാകുന്ന രീതിയിൽ മയപ്പെടുത്തി സംസാരിക്കും ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് മാനിയയുടെ അവസ്ഥയൊക്കെ. പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് കോഡിപെൻഡൻസി എന്ന് പറയും. ഈ ബൈപ്പോളറുള്ള ആൾക്കാരെല്ലാം മദ്യം കഴിക്കണം നിർബന്ധമൊന്നുമില്ല. പല ആൾക്കാരും പക്ഷേ ലഹരി വസ്തുവിൽ കൊണ്ട് ചേരും. അത് കോഡിപെൻഡൻസി എന്ന് പറയും. കോഡിപെൻഡൻസി. ഈ അയാൾ നേരത്തെ ഒന്നും മദ്യം അങ്ങനെയൊക്കെ മരുന്ന സമയത്ത് ചിലപ്പോൾ അയാൾക്ക് ഉപയോഗിക്കണം എന്ന് തോന്നും, അല്ലെങ്കിൽ വിഷാദ രോഗം വരുമ്പോഴും തനിക്ക് ഉറക്കത്തിനുള്ള ഒരു മരുന്ന് പോലെ മദ്യം കഴിക്കാം എന്ന് തോന്നിപ്പോകും. അപ്പൊ അങ്ങനെ വരാം. ഇതാണ് ഒരു അവസ്ഥ. വേറൊരു അവസ്ഥയുണ്ട്. ഇപ്പോ ചെറുപ്പത്തിലും മുതൽ ഇങ്ങനെയുള്ള മാനസിക രോഗമുള്ള അവര് ഈ രോഗത്തിൽ ജീവിക്കുമ്പോൾ ഈ മദ്യപാനം കോഡിപെൻഡൻസി ആയിട്ട് വരും. അതാണ് സഹാശ്രയ രോഗം എന്ന് പറയും. ഒരു രോഗം വേറൊരു രോഗത്തെ ക്ഷണിച്ചു അതും കൂടി അതിൽ സഹിക്കേണ്ടി വരുന്നതാണ് ഈ സഹാശ്രയ കോഡിപെൻഡൻസി. അപ്പൊ നേരത്തെ ഇങ്ങനെ വിഷാദമുള്ള ആള് ആയിട്ട് മദ്യപാനത്തിലേക്ക് പോവാം. അതുപോലെ നേരെ തിരിച്ചു അയാൾക്ക് വിഷാദ രോഗമൊന്നും ഉണ്ടായിട്ടില്ല. അയാൾക്ക് മദ്യം കഴിച്ചു, മദ്യപാന രോഗം ഉണ്ടായിട്ടുണ്ട്. അയാൾ ഈ രോഗത്തിലേക്ക്, മാനസിക രോഗത്തിലേക്ക് എത്തിച്ചേരാം. ലഹരി വസ്തു ഉപയോഗിച്ച് മാനസിക രോഗം ഉണ്ടെങ്കിൽ ആദ്യം ലഹരി വസ്തു ഏത് മാനസിക രോഗമാണോ ഉണ്ടായത് അതിന്റെ മരുന്ന് കൊടുക്കും. വിഷാദ രോഗമാണെങ്കിൽ അതിന്റെ മരുന്ന് കൊടുക്കുന്നു, ഉന്മാദാണെങ്കിൽ അതിന്റെ മരുന്ന് കൊടുക്കും. ഇതാണ് അതിന്റെ. ഇത് വളരെ ഡോക്ടറായിട്ട് നല്ല സഹകരണം വേണം, ബന്ധുക്കളായിട്ട് നല്ല സഹകരണം വേണം, നല്ല മരുന്ന്. ഡോക്ടർ സാറിന്റെ ലൈൻ പോയതാണ്. ഇപ്പൊ തന്നെ വരുന്ന പ്രതീക്ഷിക്കുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. ചോദിച്ചാൽ ഡോക്ടറെ വിളിക്കാവോ? എത്തി എത്തി എത്തി. കുറച്ച് വിട്ടുപോയി. ഓക്കെ. ഇടയ്ക്ക് വെച്ച് വിട്ടുപോയിരുന്നു. ഡോക്ടർ നെറ്റ്വർക്ക് പ്രോപ്പർ അല്ലാന്ന് തോന്നുന്നു. ക്ലിയർ അതെ അതെ അതെ. ആവുന്നുണ്ടായിരുന്നു. വൈഫൈ കറക്റ്റ് അല്ലാന്ന് തോന്നുന്നു. ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല ചിലതൊക്കെ.
ആ ശരി ശരി. ഓക്കെ, ഇപ്പൊ ശരിയായോ? ഇപ്പൊ വളരെ ഇപ്പൊ ബെറ്റർ ആണ് കേൾക്കാം സർ. കേൾക്കാം. ഓക്കെ. സാർ വീട്ടുകാരുടെ സഹകരണം വരെയാണ് പറഞ്ഞത് ബൈപ്പോളർ ഡിസോർഡറിൽ. ആ വീട്ടിൽ സർ അതെ ആ സർ, ഇത് ജീവിതകാലം മുഴുവൻ ഈ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരുമോ, അതോ എങ്ങനെയാണ് അത് ഇതിന്റെ ഒരു മെഡിക്കേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഒരു ഇത് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോ ചില സമയങ്ങളിലൊക്കെ മാസങ്ങളോളം നല്ല അവസ്ഥയിൽ കൂടി പോകാൻ പറ്റും മരുന്നുകൊണ്ട്. ചിലപ്പോഴൊക്കെ അധികരിക്കും. അപ്പൊ അധികരിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം സാമ്പത്തിക പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ കോടതി കേസുകളൊക്കെ വരിക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാകാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്ട്രെസ് വരുമ്പോഴൊക്കെ ഇത് ചിലപ്പോൾ ഇത് കൂടുതലാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് മാനസിക പ്രശ്നങ്ങളും വരും. ഇപ്പൊ ഉദാഹരണത്തിന് ആങ്സൈറ്റി വിഷാദരോഗമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇതായിട്ട് വരുന്ന ഇതാണ് ആങ്സൈറ്റി. രണ്ടും കൂടി ഒരുമിച്ച് വരും. ഡോക്ടർ മുമ്പ് ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ സോഡിയം വാൽപ്രേറ്റ്, ലിത്തിയം, പിന്നെ ആർട്ടിസോൾ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെയാണ് ഇതിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും ഈ ലിത്തിയത്തിന് നല്ലൊരു ഇഫക്റ്റ് ഉണ്ട്. ലിത്തിയം വളരെ നല്ലൊരു മരുന്നാണ്. പക്ഷെ അത് നല്ല സ്റ്റെബിലൈസ് ചെയ്യാൻ, ഈ രോഗത്തെ പ്രതിരോധിക്കാനും മുന്നോട്ട് ഉള്ള യാത്രയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ ലിത്തിയത്തിന് കഴിയും. പക്ഷെ ലിത്തിയം ഒരു പ്രശ്നമുണ്ട്, അതിന് ടോക്സിസിറ്റി ഉണ്ട്. ചില സമയത്ത് ഇപ്പോൾ കിഡ്നിക്ക് ടോക്സിറ്റി ഉണ്ടാകും, തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു പോവാം. അപ്പൊ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും. പിന്നെ വീട്ടുകാരുടെ നല്ല സഹകരണം ആവശ്യമുണ്ട്. പക്ഷെ ചില ആൾക്കാർ ഈ ലിത്തിയം ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാല്, ഈ ഉന്മാദത്തിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് താലോലിക്കും. അവർക്ക് അതിനെപ്പറ്റി വലിയ പിടി കിട്ടൂല. അവരത് ആസ്വദിക്കും, ഈ ഉന്മാദം അങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതിൽ, അല്ലെങ്കിൽ കണ്ടമാനം വർത്താനം പറയുന്നത്, കണ്ടമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. അവര് സന്തോഷിക്കുകയാണ് ആ സമയത്തൊക്കെ. അപ്പൊ അത് നഷ്ടപ്പെടുന്നത് അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് രോഗാവസ്ഥയാണെന്ന് അവർക്ക് പിടികിട്ടുന്നുമില്ല. അപ്പൊ അവിടെ ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങോട്ടെങ്കിലൊക്കെ പോയിട്ടുണ്ട്, വീട് വിട്ടൊക്കെ ഇറങ്ങി വേറെ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു അനുജേട്ടാ. താങ്ക് യു. സുഹൃത്തുക്കൾ, അടുത്ത ആരാണ് ലൈനിലുണ്ട്? ഡോക്ടർ സാർ ലൈനിലുണ്ട്. അടുത്ത ആർക്ക് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് സംശയങ്ങൾ. ഇനിയുണ്ട്, നമുക്ക് മീറ്റിംഗ് കഴിയാൻ ഒത്തിരി സമയം കൂടി ഉണ്ട്, ബാലൻസ് ഉണ്ട്. ഞാനൊരു അമിത വ്യത്യാസത്തിൽ ദൈവകൃപയാലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ അയക്കുന്നതിനൊന്നും മദ്യപിച്ചില്ല. പേര് പ്രദീപ്. ഞാനൊരു സംശയം ചോദിക്കണം ഡോക്ടർ. ഈ നാൽട്രോക്സിൻ എന്ന് പറയുന്ന മെഡിസിനെ അത് കഴിക്കുന്ന ഒരാൾക്ക് സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടാവുമോ? സാധാരണ അങ്ങനെ ഇതുവരെട്ടും പറഞ്ഞു കേട്ടിട്ടില്ല. നാൽത്തിമ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ചില ആൾക്ക് ലിവർ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവർക്ക് അത് സൂക്ഷിച്ചു കൊടുക്കേണ്ട ഒരു മരുന്നാണ്. അത് വാസ്തവത്തിൽ പല അസുഖങ്ങൾക്കും ഒരു നല്ല കുറെ നാളുകൾ കഴിക്കാൻ പറ്റിയൊരു മരുന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആൽക്കഹോളിസം, അതുപോലെ തന്നെ ഈ സ്മോക്കിംഗ്, നിക്കോട്ടിൻ യൂസ്, വേറെ ചില ഓപ്പിയം, അങ്ങനെ മൾട്ടിപ്പിൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഈ നാൾട്ടിമ.
അത് നമ്മളെ ഈ ഇതിനോടുള്ള ക്രേവിങ് കുറയ്ക്കും. ആർത്തിയൊക്കെ നമുക്ക് അത് കുറച്ച് സപ്പോർട്ട് ചെയ്യും. ഒരു മരുന്ന് എന്നുള്ള നിലയിൽ അത് വളരെ നല്ല ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് ലൈഫ് ലോങ് കഴിച്ച പ്രശ്നമുണ്ടോ? കുറെ കാലം കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവോ? ലൈഫ് ലോങ്ങിന്റെ നമുക്ക് എന്താ വേണ്ടത്? വിട്ടുനിൽക്കലല്ലേ. ഈ ലഹരി വസ്തുക്കളിൽ അതെ. നിന്ന് വിട്ടുനിൽക്കലാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പൊ നമുക്കത് സാധ്യമാവുന്ന എപ്പോഴാണോ, ഇപ്പൊ ഒരു വർഷം, ശരി, ഒരു വർഷം നമുക്ക് 3 മാസമാണ് നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. 3 മാസം നമ്മൾ ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അതിനോടുള്ള ആർത്തി കുറയ്ക്കാൻ ഒരു മരുന്ന് ഉപയോഗിക്കുക. അപ്പൊ ആ സമയത്തൊക്കെ ഈ നാൾട്ടിമ, അക്കാംപ്രോള്, അതുപോലെ ഡൈസൾഫ്രോൺ, ഇങ്ങനെയുള്ള പല മരുന്നുകളും നമ്മൾ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത് നമ്മളെ വളരെയധികം സഹായിക്കുന്ന മരുന്നുകളാണ്. അതുപോലെ ലാമിസ് എന്ന് പറഞ്ഞാൽ ലാമിട്രിജൻ. ആ അത് മോട്രിജൻ അത് വളരെ നല്ല മരുന്നാണ്. അത് മൂഡ് സ്റ്റെബിലൈസേഷൻ, നമ്മുടെ ഈ മാനസികാവസ്ഥ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഞാൻ കുറെ കാലമായിട്ട് അത് കഴിക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അത് നിർത്താത്ത എന്തൊക്കെ ഡോക്ടറും അഡ്വൈസ് ചെയ്തെന്ന് വെച്ചാല് അത് നിർത്തിയാൽ വീണ്ടും പോയി കുടിക്കും. കറക്റ്റാണ്. നമ്മള് പലപ്പോഴും നമ്മൾ കുടിയിലേക്ക് പോകുന്നത് നമ്മുടെ മൂഡ് നമ്മളെ ബോർഡം, വിരസത, നമ്മുടെ ഓരോ വികാരത്തിന്റെ അളവ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അതനുസരിച്ച് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തോന്നും, ഇപ്പൊ എനിക്ക് ബോറടിയാണ്, എന്നാൽ പോയി കുറച്ച് മദ്യം കഴിച്ചാൽ ബെറ്റർ ആവും. അതൊരു തോന്നലാണ്, പണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് ആണത്. അപ്പോൾ ഉടനെ പോയി അത് ഉപയോഗിക്കും. അപ്പോ ഇത് ഇങ്ങനെ നമ്മൾ അനുസരിച്ചുകൊണ്ടിരുന്നാല്, അങ്ങനെ ആ വരുന്ന ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അനുസരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വാസ്തവത്തില് മാനസിക രോഗം കൂടുതലാവുള്ളൂ. അപ്പോൾ ഇതിന് പറയണ എന്താ വെച്ചാല്, ഈ അറിവുണ്ടല്ലോ, ജ്ഞാനം. നമുക്കൊരു രോഗത്തെ പറ്റി ഒരു അറിവുണ്ട്. ഇപ്പോൾ അതൊരു അറിവാണ്, വലിയ അറിവാണ് രോഗത്തെക്കുറിച്ച്. ഇപ്പൊ ഷുഗർ കൂടി കഴിഞ്ഞാൽ ഡയബറ്റിസ് ഉണ്ട്, ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഒരു അറിവുണ്ട്. നേരെ മറിച്ച് നമുക്കിപ്പോ മദ്യപാനത്തെക്കുറിച്ചൊരു ജ്ഞാനമുണ്ട്, അറിവുണ്ട്. അപ്പൊ നമുക്കൊരു സ്ട്രെസ് വന്നു, ഒരു മാനസിക സംഘർഷം വന്നു. അപ്പൊ പെട്ടെന്ന് ആ ജ്ഞാനത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, കുറച്ച് മദ്യം കഴിച്ചാൽ സ്റ്റേബിൾ ആവും, പിടിച്ചു നിൽക്കാൻ പറ്റും. ഉടനെ കുറെ കൂടുതൽ മദ്യം കഴിക്കുകയാണ്, അപ്പോൾ റിലാപ്സ് ആവുന്നു. അങ്ങനെ അപ്പൊ നമ്മുടെ അറിവിന് വിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തി, അറിവിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി വരിക. അതാണ് ഈ രോഗത്തിന്റെ, ഈ മദ്യപാനം മറ്റ് എല്ലാ ലഹരി രോഗത്തിന്റെയും അടിസ്ഥാനമായിട്ടുള്ള ഒരു എന്താണ് സൈക്കോളജിക്കലായിട്ടുള്ള ഇഫക്റ്റ്. അതാണ്. അത് എത്രയോ വലിയ ആൾക്കാരൊക്കെ മദ്യം കഴിക്കുന്ന ഭയങ്കര അറിവുള്ളവർ, ഭയങ്കര പണ്ഡിതന്മാര്, എന്തുകൊണ്ടാണ് അവരുടെ അറിവ് അവിടെ പ്രയോഗിക്കാൻ പറ്റൂല. അറിവ് അതിനൊരു പരിഹാരം പോലും ആവില്ല. അതിനെതിരായിട്ട് അത് പ്രവർത്തിക്കും. അതാണ് ജ്ഞാന വൈരുദ്ധ്യം എന്ന് പറയും അതിന്. തലച്ചോറിന് കേടുപറ്റുന്നതിന്റെ എവിഡൻസ് ആണത്. അങ്ങനെ വരുമ്പോ ഇത് ഈ സെക്ഷൽ പൊട്ടൻഷ്യലിനെയും ബാധിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനോട് ക്രേവിങ് വരാത്ത അവസ്ഥ ഉണ്ടല്ലോ. സെക്സിനോടും ഒരു ക്രേവിങ് കുറയുന്നുണ്ട്. സെക്സ് ക്രേവിങ് ഇപ്പൊ എല്ലാത്തിനോടും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്രേവിങ് എല്ലാത്തിനോടും ഉണ്ടാവും. പക്ഷെ അതിന് നമ്മളെ സാമൂഹ്യമായിട്ടുള്ള കുഴപ്പങ്ങൾ കൊണ്ട് എത്തിക്കും ചിലപ്പോഴൊക്കെ. അവിടെ ചിലപ്പോ കോടതി വേറെ രീതിയിൽ അത് കാണുന്നുള്ളൂ. കോടതി ചിലപ്പോ അത് റേപ്പായിട്ട് കാണും, അവര് ഭയങ്കര ശിക്ഷയൊക്കെ കിട്ടും. അപ്പോ നമ്മുടെ അറിവാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആന്റി ലീഗൽ, ആന്റി സോഷ്യൽ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മൾ പെട്ടുപോകും. അതാണ് അഡിക്ഷന്റെ കുഴപ്പം. അത്
തുടർച്ചയായിട്ട് കഴിച്ച സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല സൈഡ് ഇഫക്റ്റ് അത് അതിന്റെ ഡോസൊക്കെ വ്യത്യാസപ്പെടുത്തിയൊക്കെ നമുക്ക് റിക്കവറിയുടെ പാതയിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല സഫീഷ്യന്റ് ആയിട്ടുള്ള അറിവും അതിനനുസരിച്ചുള്ള ജീവിതവും നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ നിർത്താനും വരെ സാധിക്കും. നമ്മൾ ഈ പ്രോഗ്രാം മാത്രം മതി. ഓക്കെ, താങ്ക് യു. ഡോക്ടർ, താങ്ക് യു പ്രതിഭേട്ട. അദ്ദേഹം ഉദ്ദേശിച്ചത് മദ്യപാനം നിർത്തുമ്പോ സെക്സിനോടുള്ള ക്രേവിംഗ് കുറയുന്നുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത്. അതെ നോർമൽ സെക്സ് അങ്ങനെയാണ്. സെക്സിനുള്ള ക്രേവിങ്ങിന്റെ ഒരു കാര്യം എങ്ങനെയാന്ന് വെച്ചാല് ഇത് ന്യൂറോളജിക്കൽ കേന്ദ്ര നാഡീവ്യൂഹം സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് മാത്രമല്ല അതുമായിട്ട് നമ്മളെ തലച്ചോറുമായിട്ട് ബന്ധപ്പെടുന്ന ഞരമ്പുകൾ, അതാണ് പെരിഫറൽ നെർവ്സ് എന്ന് പറയും. പെരിഫറൽ നെർവ്സ് ഉദാഹരണത്തിന് നമ്മൾ കാഴ്ച കാണുന്നത് കണ്ണിന്റെ ഉള്ളിലേക്കുള്ള നെർവ് കൂടിയാണ്. അത് സെൻസേഷൻ അവിടെ എത്തിക്കുമ്പോഴാണ് പെരിഫറൽ നെർവ്. അപ്പോൾ തലച്ചോറ് മാത്രമല്ല, തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന ഞരമ്പുകൾ അതിനും അപ്പുറം നമുക്ക് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യണം. അത് അങ്ങനെ വേറെ കാത്തിരിക്കാൻ പറ്റില്ല. അതും ഈ തലച്ചോറിന്റെ ഒരു ഭാഗം ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ അറിയിപ്പിക്കാതെ അത് പല പണിയും ചെയ്യും. ഉദാഹരണത്തിന് നമുക്ക് ഭയങ്കര ഉത്കണ്ഠ വന്നു, നമ്മുടെ ഹൃദയം ഭയങ്കരമായിട്ട് മിടിക്കുകയാണ്. അത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് മിടിച്ച് അത് പ്രഷറൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിലിയർ ഒക്കെ വന്ന് നമ്മൾ ചത്തുപോകും. അപ്പോൾ ഉടനെ തന്നെ കുറെ ഞരമ്പുകളുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ പ്രവർത്തിയെടുക്കുന്ന ഞരമ്പുകൾ. അപ്പൊ അതെന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യും. രക്തം ആവശ്യത്തിന് എത്തിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യും. അപ്പൊ രക്തക്കുഴൽ വികസിക്കുകയും ചുരുങ്ങുകയും ഒക്കെ ചെയ്യും. അപ്പൊ ചിലപ്പോൾ ജലാംശം കൂടുതൽ നഷ്ടപ്പെടുത്തണം, അതിന് വേർപ്പ് കൊണ്ടുപോകാനുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. ഇപ്പൊ നമുക്ക് ഭയങ്കര ഉത്കണ്ഠ വരുമ്പോഴത്തെ നമ്മുടെ കൈയൊക്കെ വിറയ്ക്കും, വേർപ്പ് പുറത്തേക്ക് വരും. ഇതൊക്കെ ഓട്ടോമാറ്റിക് തലച്ചോറിൽ കൂടി ചെയ്യുന്ന പരിപാടികൾ. ഇപ്പൊ തലച്ചോറ് എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളും ഉണ്ട്. നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾ, വികാരങ്ങൾ, തോന്നലുകളെല്ലാം, അത് കൂടാതെ ഞരമ്പുകളിൽ കൂടി മാംസം ചലിപ്പിക്കുകയും ആവശ്യമുള്ള ചലനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ, നമ്മൾ അറിയിക്കാതെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്നു. ഈ 3 കാര്യങ്ങളെയും മദ്യം ബാധിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം അത് ഭീകരമാണ്. അപ്പൊ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാം പറയുന്ന കാര്യങ്ങൾ എത്ര നല്ലതാണെന്നോ. വിട്ടുനിൽക്കലാണ് അവർ പറയുന്നത്. ദാറ്റ്സ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. അല്ല, ഇതിന് മെഡിസിൻ ഇതുവരെ കണ്ടെത്തിയില്ല എന്ന് പറയുന്നു. നമ്മൾ ഗ്രൂപ്പ് തെറാപ്പി, ടെലിഫോൺ തെറാപ്പി, ടോക്ക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ മെഡിസിൻ തെറാപ്പി വേണോ? അത് നിർത്തിയാൽ അത് എല്ലാം കൂടിയുള്ള ചികിത്സയാണ്. അപ്പൊ നമ്മളിപ്പോ വിട്ടുനിൽക്കൽ, അതൊരു മെയിൻ നമ്പർ 1 ട്രീറ്റ്മെന്റ് അതാണ്, വിട്ടുനിൽക്കലാണ്. നമ്മളൊരു വിഷം എടുത്ത് സ്ഥിരം കഴിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ ഉപദ്രവിക്കുന്ന, നമുക്കൊരു വിഷമായിട്ട് മാറുന്ന ഒരു സാധനം നമുക്ക് സന്തോഷം വല്ലപ്പോഴും തരുന്നുണ്ടെന്നും പറഞ്ഞാൽ ഒരാഴ്ചക്കാലം മുഴുവൻ കഴിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? വിട്ടുനിൽക്കലാണ്, അബ്സ്റ്റിനൻസ്. അതാണ് പ്രോഗ്രാം കണ്ടുപിടിച്ചേക്കുന്നത്. അത് ശാസ്ത്രീയമായിട്ട് ആലോചിച്ചാൽ ദാറ്റ് ഇസ് ദ നമ്പർ 1. അപ്പൊ ഒരു ആൽക്കഹോളിക്കിന് തൽക്കാലം മെഡിസിൻ നിർത്തിയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മള് ഏത് സജീവമാവുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം മെഡിസിൻ കഴിക്കുന്നത് ശരീരത്തിന് നഷ്ടം സംഭവിച്ച് ഉപദ്രവം ഉണ്ടായിട്ട് അതിന്റെ പ്രവർത്തനം മോശമാകുമ്പോഴത്തേക്കാണ് മെഡിസിൻ കഴിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, സിവിയർ അഡിക്ഷൻ ഉള്ള ഒരാൾക്ക് അതിൽ നിന്ന് അയാൾക്ക് ആർത്തി കൂടുതലാണ്. അപ്പൊ ആർത്തി കുറയ്ക്കുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ അയാൾക്ക് അതിനോട് വെറുപ്പ് തോന്നിക്കുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അത് തൽക്കാലത്തേക്കാണ്. അയാളുടെ ബോധം, ഉൾക്കാഴ്ച, അയാളുടെ തലച്ചോറ് മനസ്സിലാക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റണം.
യെസ്, താങ്ക് താങ്ക് യു പ്രതിഭേട്ട. സുഹൃത്തുക്കളെ, നമുക്കൊരു 13 മിനിറ്റ് കൂടെ ഉണ്ട്. സായിച്ചേട്ടന്റെ മൈക്ക് ഓൺ ആണ്. അതെ, ഞാൻ ഒരു ഓക്കെ, ചോദ്യം ചോദിക്കാനായിരുന്നു സാറിനോട്. ചോദിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. സാറേ, എന്റെ പേര് സജി എന്നാണ്. ഞാൻ UK മാഞ്ചസ്റ്ററിൽ നിന്നാണ്. സാറിന്റെ ടോക്ക് ഇങ്ങനെ കേൾക്കുമായിരുന്നു. വളരെ ഉപകാരപ്രദം. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു സാറിനും. താങ്ക് യു. സാറിനെ കൊണ്ടൊന്ന് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ നല്ലൊരു ടോക്ക് കേൾക്കാൻ പറ്റുന്ന ഒരവസരം തന്ന എല്ലാ മെമ്പേഴ്സിനും, പ്രത്യേകിച്ച് ഇതിന്റെ സംഘാടകർക്കും സർവീസ് നടത്തുന്ന അവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. സാറേ, ഒരു ചോദ്യം ചോദിക്കാനായിരുന്നു. ഈ ബ്രെയിനിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമായിരുന്നു. ഈ തീർച്ചയായിട്ടും. സാറേ, അത് പറഞ്ഞുകൊണ്ട് ചോദിക്കാന്ന് വിചാരിച്ചത്. നമുക്ക് ഈ ബ്ലാക്ക് ഔട്ട് ഉണ്ടാവുന്ന അവസ്ഥയില് പിറ്റേ ദിവസം നമുക്കൊന്നും ഓർക്കാൻ പറ്റുകയായിരുന്നു. അത് നേരാണ്. എനിക്ക് ബ്ലാക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. എന്താ അപ്പൊ മനസ്സിലായില്ല? എന്തോ എന്താ ക്ലിയർ ആയില്ല? അല്ല, എനിക്ക് ബ്ലാക്ക് ഔട്ട് ബ്ലാക്ക് ഔട്ട്. ഉണ്ടായിട്ടുണ്ട്. ഓക്കെ അതായത് ഓക്കെ തലേ ഓക്കെ. ദിവസം എന്താ സംഭവിച്ചെന്നുള്ളത് ഒന്നും ഓക്കെ ഓക്കെ ഓർക്കാൻ പറ്റാത്ത അവസ്ഥ, ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അത് അപ്പൊ ഈ ബ്ലാക്ക് നമ്മളുടെ ഔട്ട്. ഒരു പറഞ്ഞു. ആ അല്ല, ഞാൻ ചോദ്യം വന്ന നമ്മുടെ ഒരു സുഹൃത്ത് നെ പറ്റിയുള്ള ഒരു കേസിന്റെ കാര്യം ചോദിക്കാനായിരുന്നു. അതായത്, ഈ ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുമ്പം നമുക്ക് സത്യത്തിൽ ഈ സെക്ഷൽ ഇറോഷൻ ഉണ്ടാവുമോ? ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുന്ന സമയത്ത് അത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെ അബോധാവസ്ഥയിൽ, അതായത് ഒരു കാര്യം, അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചില പ്രവൃത്തികൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കാറുണ്ട്. ഉദാഹരണത്തിന് ബ്ലാക്ക് ഔട്ടിലുള്ള ഒരാള്, അയാൾക്ക് ഈ വീട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലേക്ക് പോകണം, പക്ഷെ വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്, ഡ്രൈവേഴ്സ് സീറ്റിലിരിക്കുന്നുണ്ട്, സ്റ്റിയറിംഗ് പിടിക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നുമുണ്ട്. ചിലപ്പോൾ അയാൾക്ക് ഓടിക്കാൻ പറ്റും, പക്ഷെ അയാൾ വീട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൊക്കേഷൻ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ആ സാധനം അങ്ങ് വിട്ടുപോകും, അത് കംപ്ലീറ്റ് പോവും, ഓർമ്മയിൽ ഇല്ലാതാവും. അതാണ് ബ്ലാക്ക് ഔട്ട്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കും, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ലൈംഗികമായിട്ടുള്ള ഒരു സംഗതിയിലാണെങ്കിൽ അത് ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കും, പക്ഷെ അത് ഒരു ഫുള്ളി സക്സസ്ഫുൾ ആവണമെന്നില്ല. അല്ല, എന്റെ പേഴ്സണൽ കേസിൽ അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പക്ഷെ എന്റെ ഒരു സുഹൃത്തിന്, അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ അയാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിട്ട് അയാൾക്ക് ഓർക്കാനേ പറ്റുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളത്. അത് കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടി ഓടിക്കുന്നത്, ഇപ്പൊ വണ്ടിയുടെ സ്റ്റിയറിംഗിൽ പിടിക്കുന്നതും തിരിക്കുന്നതൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അതുപോലും അയാൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. യാന്ത്രികമായിട്ട് നടന്നതായിരിക്കാം എന്നാണ് ഡോക്ടർ പറയുന്നത്, അല്ലെ? അങ്ങനെ നടക്കാം. അതെ. അയാൾ ചിലപ്പോൾ വയലന്റ് ആയിരിക്കാം, വയലന്റ് സെക്സ് ആയിരിക്കാം. ഓക്കെ. അതെ. താങ്ക് യു ഡോക്ടർ. ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ. ഓക്കെ. താങ്ക് യു സായിച്ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സുഹൃത്തുക്കളെ, നമുക്കൊരു 10 മിനിറ്റും കൂടി ഉണ്ട്. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ? ഒരു സംശയം കൂടെ. തീർച്ചയായിട്ടും. ഡോക്ടറെ, ഈ ഹാലൂസിനേഷനും ഡിലീറിയം ട്രെമൻസിനും ലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലുള്ള ലക്ഷണങ്ങളാണോ കാണിക്കുന്നത്? ഹലൂസിനേഷനും ഡെലീറിയം ട്രെമൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടെർമിനോളജിയാണ്. അപ്പൊ ഈ ഡെലീറിയം ട്രെമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഭ്രാന്തി ഉണ്ടാവുക, ആ പരിഭ്രാന്തിയിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെടുക, മറ്റ് പല ലക്ഷണങ്ങളും വരാം. ചില ആൾക്ക് അപസ്മാരം വരാം അതിൻ്റെ ഉള്ളില്.
അറിയാതെ മലവും മൂത്രമൊക്കെ പോകാം, ചിലപ്പോൾ വയലന്റ് ആകാം, പനി ഉണ്ടാകാം ചിലപ്പോൾ. ഇതൊക്കെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരും ഡെലിവറി ട്രെമൻസിൽ. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻസേഷനാണ്. അത് അവിടെ ആ സെൻസേഷൻ ഉണ്ടാക്കുന്ന സാധനമില്ല, പക്ഷെ ആ സെൻസേഷൻ അയാൾ ഫീൽ ചെയ്യുന്നു. ഒരു ഉദാഹരണം, അയാൾ മരിച്ചുപോയ അച്ഛൻ്റെ സംസാരം അയാൾ കേൾക്കുന്നു. അയാൾ ശരിക്കും കേൾക്കുന്നതാണ്, പക്ഷെ അച്ഛൻ ഇല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാവുക, അതാണ് ഹലൂസിനേഷൻ. അപ്പൊ കേൾവി ആണെങ്കിൽ ഓഡിറ്ററി ഹലൂസിനേഷൻ എന്ന് പറയും. ചിലപ്പോൾ സ്മെല്ല് അനുഭവിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്, അതിന് ഓൾഫാക്ടറി ഹലൂസിനേഷൻ എന്ന് പറയും. ചിലപ്പോൾ ഇങ്ങനെ ആളെ മുമ്പിൽ കാണും, അതിന് വിഷ്വൽ ഹലൂസിനേഷൻ എന്ന് പറയും. തലച്ചോറ് ആ ഭാഗത്തുള്ള പണ്ടത്തെ മെമ്മറി അല്ലെങ്കിൽ അങ്ങനത്തെ ചില സംഗതികൾ, എക്സൈറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ തലച്ചോറ് ഇത് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ അസാധാരണമായിട്ട് നടക്കുന്നു. അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, ഹലുസിനേഷൻ. അവിടെ സംഗതി ഇല്ല, പക്ഷെ അത് അയാൾ അറിയുന്നു. ഡോക്ടർ, ബ്ലാക്ക് മാജിക് ഒക്കെ ഈ ഹാലൂസിനേഷന്റെ ഒക്കെ ഒരു ഇതാണോ? ഏതാ ഈ ബ്ലാക്ക് മാജിക്, കൂടോത്രം എന്നൊക്കെ പറയുന്ന ഈ ഹാലൂസിനേഷന്റെ ഒക്കെ ഒരു ഭാഗമാണോ? കൂടോത്രോ? അതൊക്കെ ഇതിനോടനുബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം ആണോ? അത് ഡെലൂഷൻ, ഒരു ഫോൾസ് ഐഡിയയാണ്. ഈ ഐഡിയ, ചില തെറ്റായ ഐഡിയകളൊക്കെ തോന്നും ചിലപ്പോൾ. ഇന്നലെ രാത്രി എൻ്റെ ഭാര്യയുടെ കൂടെ ഒരു സിനിമാ നടൻ വന്ന് എൻ്റെ ഭാര്യയുടെ മുറിയിൽ ഉറങ്ങി. അതൊരു ഡെലൂഷനാണ്, ഒരു ഫോൾസ് ഐഡിയയാണ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അയാളുടെ മനസ്സിൽ അയാളത് അങ്ങനെ തോന്നുവാണ്. അതാണ് ഫോൾസ് ഐഡിയ. അത് എത്ര പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവില്ല, അതിന് എതിരായിട്ട് അയാൾ തർക്കിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു ഡോക്ടർ. സുഹൃത്തുക്കളെ, നമുക്കൊരു 5 മിനിറ്റും കൂടി ഉണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ സാർ ലൈനിലുണ്ട്. നമ്മുടെ ഈ മദ്യപാന രോഗത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ ഭയങ്കരമായിട്ടുള്ള നമുക്ക് അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട്. ഈ മദ്യം കഴിച്ചിട്ട് തലച്ചോറിന് കേടുപറ്റിയ ആളുകളുടെ രോഗലക്ഷണങ്ങളും ആ തലച്ചോറ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള പഠനങ്ങൾ, ആ തലച്ചോറ് ഇത് സ്കാനിങ് നടത്തിയിട്ടുള്ള പരിശോധനകൾ, EEG നടത്തിയിട്ടുള്ള പരിശോധനകൾ, ഇതൊക്കെ ഒത്തിരി അറിവുകൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഭയങ്കരമാണത്, അത് വളരെ ഭീകരമാണ് ആയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഏലിയൻ ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു സിൻഡ്രോം ഉണ്ട്. ഏലിയൻ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുറത്തുനിന്നൊരു കൈ വന്നിട്ട് ഉപദ്രവിക്കുന്നു. അപ്പൊ ഈ തലച്ചോറിലെ വലതുവശത്തെയും ഇടതുവശത്തെയും തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒത്തിരി ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഉണ്ട്. വലതുവശത്തെ തലച്ചോറ്, ഇടതുവശത്തെ തലച്ചോറ്, അത് തമ്മിൽ കണക്ഷനാണ്. അതിൻ്റെ പേര് ഇംഗ്ലീഷിൽ അതിന് കോർപ്പസ് കലോസ് എന്ന് പറയും. അതാണ് അതിനെ ചേർത്ത് നിർത്തുന്നത്. പക്ഷെ തലച്ചോറിൽ ഈ അമിത മദ്യപാന രോഗത്തിൻ്റെ ഉള്ളിൽ 2 സയന്റിസ്റ്റുകൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാർക്കിയ ഫാവ, ബിഗ്നാമി, 2 പേര്. ഇത് അമിത മദ്യപാന രോഗത്തിൻ്റെ ഉള്ളിൽ ഇത് ദ്രവിക്കും. ഈ ഇടതുവശത്തെയും വലതുവശത്തെയും തലച്ചോറിനെ കൂട്ടി യോജിപ്പിക്കുന്ന ഭാഗം ദ്രവിക്കാൻ തുടങ്ങും. ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക രോഗലക്ഷണം ആയിട്ട് ഏലിയൻ ഹാൻഡ്സ്. ഇപ്പോൾ വലതുഭാഗത്ത് കൈ ബട്ടൺ അഴിക്കാൻ പോവുകയാണ് ഷർട്ടിൻ്റെ. അപ്പൊ ഇടതുഭാഗം അത് സമ്മതിക്കില്ല. ഇടതുഭാഗം ആ കൈയെ തെറിപ്പിച്ച് കളയും അവിടുന്ന്, ആ ബട്ടൺ അഴിക്കാൻ സമ്മതിക്കില്ല. ആ വലതുഭാഗം കഴുത്തൊന്ന് തടവുകയാണ്. അപ്പോൾ ആ ഇടത്ത് കൈ തന്നിട്ട് ആ വലത്തെ കൈയിനെ പിടിച്ച് വലിച്ചെറിഞ്ഞ് കളയും. അങ്ങനെ ഈ ഇടതും വലതും തമ്മിലൊരു സംഘടന ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു രോഗലക്ഷണം, ഒരു വളരെ രസകരമായിട്ടുള്ള രോഗലക്ഷണം. ചിലപ്പോൾ ഇടത്തെ കൈ
കഴുത്തിൽ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കും. അപ്പൊ വലത്തെ കൈ ആ കൈയെ അടിക്കും. അപ്പൊ നമ്മുടെ തലച്ചോറിന്റെ വലതു ഭാഗവും ഇടതു ഭാഗവും പൊരുത്തപ്പെട്ട് ഒരു ഇതായിട്ട് നിൽക്കേണ്ടതാണ്. അതിന് പകരം അത് രണ്ട് ശത്രുക്കളെ പോലെ പെരുമാറുന്നു. ഇത് മദ്യപാന രോഗത്തിലുള്ള ഒരു സാധനമാണ്. ഡോക്ടറെ വേറെ സംശയം കൂടെ. നമ്മൾ ഈ ഹാലൂസിനേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഹാലൂസിനേഷൻ അല്ല ഞാൻ പറയുന്നത്, ഈ നമുക്ക് കൂട്ടായ്മയുടെ ബുക്ക് തന്നെ പറയുന്ന ഒരു സെന്റൻസ് പറയുമ്പോൾ അതിനകത്ത് ഈ ചുട്ടുപഴുത്ത് കിടക്കുന്ന സ്റ്റൗവില് അതിന്റെ ഫർണസിൽ നമ്മൾ കൈകൊണ്ട് വെക്കില്ല, കാരണം ഹൈപ്പോതലാമസിൽ നിന്നൊരു കമാൻഡ് വരുന്നുണ്ട്, അത് പൊള്ളും എന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ അതിനകത്ത് കൈ വെക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രതിരോധം മദ്യത്തിന്റെ കാര്യത്തിൽ വരുന്നില്ല, അങ്ങനെ ഒരു കമാൻഡ് അവിടുന്ന് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും തൊട്ടാൽ പൊള്ളുന്ന സാധനങ്ങളാണെന്ന് നമ്മുടെ ബോധമനസ്സിൽ അറിയാമെങ്കിലും ഇത് നമ്മൾ ഹൈപ്പോതലാമസിൽ നിന്നൊരു കമാൻഡ് വരുന്നത് കൊണ്ട് നമ്മൾ അവിടെ കൈ വെക്കാതിരിക്കുകയും മദ്യത്തിൽ കൈ വെക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നു. അത് ഹൈപ്പോതലാമസിൽ അത് ഒരേപോലെ തന്നെയാണോ പ്രവർത്തിക്കുന്നത്? അല്ല, ഇങ്ങനെയുള്ള കമാൻഡുകൾ എന്നൊക്കെ ഹൈപ്പോതലാമസിൽ നിന്നല്ല വരുന്നത്. അത് നമ്മൾ ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും. ഫ്രോണ്ടൽ ലോബ്, ആ ഫ്രോണ്ടൽ ലോബില് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, ആ തലച്ചോറിൽ നിന്നാണ് ആ സിഗ്നലൊക്കെ താഴേക്ക് വരുന്നത്. അപ്പോ ആ തലച്ചോറിന്റെ ആ ഭാഗത്തിന് ശരിയായ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാനും ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അത് ശരിയേതാണ് തെറ്റേതാണെന്ന് കണ്ടുപിടിക്കാനും ജഡ്ജ് ചെയ്യാനും തീരുമാനമെടുക്കാനും കഴിവുണ്ട്. ആ ഭാഗത്തിനാണ് കുഴപ്പം പറ്റുന്നത്. ആ ഭാഗത്തിന് കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ അന്നേരം ഇയാൾ വൾണറബിൾ ആവും. കാരണം നമ്മളൊരു ഫോൺ ഹാക്ക് ചെയ്യുന്ന പോലെ, ഒരു ഫോൺ ഹാക്ക് ചെയ്തെന്ന് വിചാരിച്ചോളൂ, അവരുടെ വിവരങ്ങൾ ഹാക്ക് ചെയ്യുന്നു. ആ വിവരങ്ങൾ ഹാക്ക് ചെയ്യുന്ന പോലെ ഇയാൾക്ക് ഉറച്ച തീരുമാനം, ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഹാക്ക് ചെയ്യും. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗത്തിന് കേടുപറ്റിയാൽ അങ്ങനെയാണ്. മദ്യപാന രോഗത്തിനും മാനസിക രോഗത്തിനും പലതിനും ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലെ കുഴപ്പം കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജ്ഞാന വൈരുദ്ധ്യം എന്ന് നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അറിവുണ്ട്, പക്ഷെ അത് വൈരുദ്ധ്യം, വിരുദ്ധതയുള്ളതാണ്. സുഹൃത്തുക്കൾ, നമ്മുടെ മീറ്റിംഗിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചു, നല്ല സന്തോഷം. താങ്ക് യു. നമുക്ക് ഈ സൂക്കേടിനെ പറ്റി കൂടുതൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പല ആൾക്കും കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു ആ ചോദ്യങ്ങളിലൂടെ. നമ്മുടെ അവസാനമായിട്ട് ഞാൻ ഇതിനെ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം, വാട്ട് ഈസ് ദിസ് പ്രോഗ്രാം? ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്. നമ്മുടെ തലച്ചോറിനെ രക്ഷപ്പെടുത്താനുള്ള ഉൾക്കാഴ്ച. രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അഡിക്ഷനിലേക്ക് പോകാതിരിക്കാനുള്ള അറിവ്, അതിനുള്ള സന്നദ്ധത, അതിനുള്ള പെരുമാറ്റം, അതിനുള്ള ഫിലോസഫി, അതെല്ലാം ആണ് നമ്മുടെ ഈ പ്രോഗ്രാം. ആ 12 പടികളും 12 പാരമ്പര്യങ്ങളും ഒക്കെ അതിനെ ഉൾക്കൊള്ളുന്നതാണ്. ഈവൻ ലിറ്ററേച്ചർ, നമ്മുടെ പ്രേയർ, എവറിത്തിങ്, അതെല്ലാം അറിവിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ്, അനുഭവങ്ങളുടെ എവിഡൻസ്, ഇതെല്ലാം കൂടിയാണ്. അതുകൊണ്ട് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ. നമ്മുടെ മീറ്റിംഗിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഇന്ന് ഈ വൈകിയ വേളയിലും ഞങ്ങൾക്ക് ഇത്ര സമയം വേണ്ടി ചെലവഴിക്കുകയും മദ്യപാനത്തെക്കുറിച്ചും മദ്യപാന രോഗത്തെക്കുറിച്ചും മദ്യപാന രോഗ ചികിത്സയെക്കുറിച്ചും ആൽക്കഹോളിക് അനോണിമസിനെ കുറിച്ചും അതിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും പറഞ്ഞു തന്ന ഡോക്ടർ സാറിന്റെ, ഞങ്ങളുടെ മിഡ്നൈറ്റ് സാറിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയും ഡോക്ടർ സാർ എത്തുമെന്ന പ്രതീക്ഷയോടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. തന്നെയല്ല, ഇന്ന് മിഡ്നൈറ്റ് സാർ ഗ്രൂപ്പിൽ മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറയുന്നു. മീറ്റിംഗ് അവസാനിച്ച് 7 വാഗ്ദാനങ്ങൾ വായിക്കുകയാണ്. 7 വാഗ്ദാനങ്ങൾ. നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം അത്ഭുത പരന്തരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്.
കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയടിക്കുകയോ ഇല്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്ര മോൾ താഴോട്ട് പോയിട്ടെന്ന ഒരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലെ നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളുടെ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണോ? അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാകുന്നു. പ്രാർത്ഥന. ദൈവമേ, ദൈവമേ മാറ്റുവാൻ ദൈവമേ, പറ്റാത്തവയെ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും പ്രശാന്ത മനസ്സും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. Keep coming back. Thank you, Dr. Sir. Thank you, Arun Chetai. Thank you, Rajesh Cheta. Thank you, Arun Kochi. Thank you, Pradipata. Thank you, Sai Cheta. Thank you all. Thank you. Yes, thank you. Thank you. Good night. താങ്ക് യു താങ്ക് യു താങ്ക് യു. Shibicha. Oi. Good night. Okay.